ശ്രീ അഖിൽ രവീന്ദ്രൻ, നേരത്തെ ശ്രീ ജലീൽ സൂചിപ്പിക്കുകയുണ്ടായി, മതനിരപേക്ഷതയുടെ ഒരു മൂലസ്ഥാനമാണ് ശബരിമല. പക്ഷേ നമ്മൾ അവിടെ കണ്ടത് മനഃപൂർവ്വം വിശ്വാസികളെ, ഭക്തരെ നോവിക്കുന്ന സർക്കാർ നിലപാട് 2018 കണ്ടതാണ്. ഇപ്പോൾ അയ്യപ്പ ഭക്തർക്കൊപ്പം എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ മതനിരപേക്ഷതയുടെ സ്ഥാനമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുകയും ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യം എന്നു പറഞ്ഞുകൊണ്ട് തദവസരത്തിൽ തന്നെ കോടിക്കണക്കിന് സ്പോൺസർഷിപ്പുകൾ നൽകാനുള്ളവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനു പിന്നിൽ കച്ചവട താല്പര്യം മാത്രമാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ BJPക്ക് അതിന്മേലുള്ള കെറുവിക്കലാണ് ഇത്തരത്തിൽ അത് പരാജയമെന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ LDF പറയുന്നത്. പക്ഷേ നമുക്കറിയാം BJP എന്ത് നിലപാടാണ് 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊണ്ടത്, തുടർന്നുള്ള നാമജപങ്ങളിലടക്കം എത്രമാത്രം BJP പ്രവർത്തകരാണ് കള്ളക്കേസിൽ കുടുങ്ങിയത് എന്നൊക്കെയുള്ളത്. പിന്നീട് എന്തിനാണ് നിലവിൽ ഇപ്പോഴും BJPയെ ഇങ്ങനെ അപഹസിക്കുന്നത്? മതനിരപേക്ഷത എന്നുള്ളത് BJP തച്ചു തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തെ എങ്ങനെയാണ് നേരിടുന്നത്? അല്ല, ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് CPM പ്രതിനിധിക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അവർ ഇന്നലെ മുതൽ സ്വയം അഭിനന്ദിക്കുകയും മന്ത്രിയെ അഭിനന്ദിക്കുകയും സർക്കാർ സംവിധാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു PR വർക്ക് പോലെ ഈ സമ്മേളനത്തെ പുകഴ്ത്താൻ വേണ്ടി ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം എന്തായിരുന്നു, എവിടെയായിരുന്നു നടന്നത്? അയ്യപ്പന്റെ അനുഗ്രഹം ആരോടൊപ്പമായിരുന്നു എന്നുള്ളത് ഇന്നലെ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ കണ്ടില്ല. ഒരു നിരീശ്വരവാദ സർക്കാർ നടത്തിയ ഒരു തട്ടിപ്പ് സമ്മേളനം എങ്ങനെയാണ് പൊളിഞ്ഞത്? അയ്യപ്പന്റെ അനുഗ്രഹമില്ലാതെ അയ്യപ്പനോടും ശബരിമല ക്ഷേത്രത്തോടും അയ്യപ്പ വിശ്വാസികളോടും ഒരു സർക്കാർ സംവിധാനം മുഖം തിരിച്ചു നിർത്തി ക്രൂരമായ പെരുമാറ്റത്തിലൂടെ, വാക്കുകളിലൂടെ അവരെ വ്രണപ്പെടുത്തിയ ഒരു സർക്കാരിനൊപ്പമല്ല അയ്യപ്പ ഭക്തരും അയ്യന്റെ ചൈതന്യവും എന്നുള്ളത് നമ്മൾ വ്യക്തമായി കണ്ടു. ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സംഗമത്തിൽ ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകൾ, അയ്യപ്പന്റെ അനുഗ്രഹമുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുമ്പോൾ ഈ രണ്ട് സമ്മേളനവും നമ്മുടെ മുമ്പിൽ കാണിത്തരുന്നത് എന്താണ്? ഒരു സർക്കാർ സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സർക്കാർ സംവിധാനം 7 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് വലിയ ധൂർത്ത് നടത്തിക്കൊണ്ട് 623 പേർക്ക് വേണ്ടി 1,12,351 രൂപ ഒരാൾക്ക് ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ സമ്മേളനത്തെ മാറ്റിക്കൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയ സ്ട്രാറ്റജി മാത്രമാണ് ഇവിടെ ഈ LDF സർക്കാർ, CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്നലെ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരിക്കലും അയ്യപ്പ വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അവിടെ ക്രിയാത്മകമായിട്ടൊരു ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒരു മാസ്റ്റർ പ്ലാൻ മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടോ ഒരു പരിശ്രമം അവിടെ ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുമുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വ്യക്തമാക്കണ്ടേ? ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അത് പുറത്തു വിടണ്ടേ? പത്രസമ്മേളനം വിളിച്ചു പറയണ്ടേ ചർച്ചകൾ നടന്നു, ആ ചർച്ചകൾ ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾ ഇന്നതാണ്, അവിടെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതാണ്, നിങ്ങളുടെ പൊതുജനങ്ങളുടെ മുമ്പിൽ, അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലം ഇവരെന്തെടുക്കുകയായിരുന്നു? കഴിഞ്ഞ 8 വർഷക്കാലം ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്നിട്ടുള്ള സർക്കാരിന് ഈ 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണോ ശബരിമലയെ സംരക്ഷിക്കണമെന്നും അയ്യപ്പ ഭക്തന്മാരുടെ അഭിപ്രായങ്ങൾ തേടണമെന്നും അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത് ഈ സമയത്താണോ? ശബരി റെയിൽ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ LDF സർക്കാരിന്റെ നിലപാടുണ്ടാകും. ശബരിമല റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ ഇന്നും തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സർക്കാർ സംവിധാനമല്ലേ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തു തരൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ നൽകുമ്പോൾ അത് അവിടെ വിനിയോഗിക്കാതെ അതിൽ നിന്നും ഭക്തജനങ്ങളെ മാറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ആ സൗകര്യങ്ങൾ ലഭിക്കരുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനമായി മാറുന്നു. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പിണറായി വിജയന് ഇന്നലെ രാവിലെ ഇത്ര അയ്യഭക്തി ഉണ്ടായത്? LDF സർക്കാരിനും LDF മന്ത്രിമാർക്കും CPM നേതാക്കന്മാർക്കും ഇന്നലെ ഒരു ദിവസം മാത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന അയ്യപ്പ ഭക്തി എങ്ങനെയാണ് പൊതുജനങ്ങള് അയ്യപ്പ ഭക്തൻ വിശ്വാസത്തിലെടുക്കുക?
അയ്യപ്പനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? CPM നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിന്ദു അമ്മിനെയും രഹന വാസുദേവയെ പോലെയുള്ള സ്ത്രീകളെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി എല്ലാ പ്രിവിലേജും കൂടി ശബരിമലയിൽ കയറ്റിക്കൊണ്ട് ലംഘനം നടത്താൻ പോയിട്ടുള്ള ഈ സർക്കാർ സംവിധാനം കേരളത്തിലെ ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് മാപ്പ് പറയാൻ തയ്യാറാകുമോ? അയ്യപ്പ നിന്ന് നടത്തിയിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതികളാക്കപ്പെട്ട സാധാരണപ്പെട്ട അയ്യപ്പ ഭക്തന്മാരോട് നിങ്ങൾ മാപ്പ് പറയുമോ? ഇവിടുത്തെ അമ്മവര്യന്മാര് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശരണം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഒരു അക്രമം നടത്താൻ പോയില്ല, ഒരു ഓഫീസും തല്ലി തകർക്കാൻ പോയില്ല, ഒരു പോലീസിനെയും ആക്രമിക്കാൻ പോയില്ല. അവർ ശരണം വിളിച്ചുകൊണ്ട് റോഡിലിരുന്ന് സമാധാനപരമായി അവന്റെ വിശ്വാസത്തെ, അവന്റെ ആചാരങ്ങളെ, എന്റെ അയ്യപ്പ വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ശബരിമലയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നോവുന്നു, ഞങ്ങളുടെ അയ്യപ്പ ശബരിമല വിശ്വാസങ്ങളെ സംരക്ഷിക്കണമെന്ന് കൈതൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളടക്കം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, കരഞ്ഞുകൊണ്ട് പോലീസിന്റെ മുമ്പിൽ നിന്നപ്പോൾ അവരെ ചവിട്ടിയെറിയുന്ന, തൊഴിച്ചെറിയുന്ന പോലീസ് സംവിധാനങ്ങൾ ഇന്ന് ഈ സർക്കാരിന്റെ ഭാഗമല്ലേ? അവർ ഈ അയ്യപ്പ വിശ്വാസികളോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ? അപ്പൊ ഇതൊരു പരാജയപ്പെട്ട സമ്മേളനമായി. അയ്യപ്പ വിശ്വാസികളുടെ യഥാർത്ഥ ഭക്തന്മാരുടെ മനസ്സിലുണ്ടായിട്ടുള്ള നോവ്, ആ നോവിൽ ഇന്നലെ പമ്പയിൽ പ്രതിഫലിച്ചു. ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അവിടെ. വെറും 623 പേരെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ആ സമ്മേളനത്തെ എത്രത്തോളം പൊതുജനങ്ങൾ അയ്യപ്പ ഭക്തർ മാറ്റി നിർത്തി തള്ളിക്കളഞ്ഞു എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ ഒരു തട്ടിപ്പായിരുന്നു. സർക്കാരിന് ഇതൊരു PR വർക്കിലൂടെ വലിയ സമ്മേളനം നടക്കാൻ പോകുന്നു, ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആള് പങ്കെടുക്കാൻ പോകുന്നു, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആള് പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അത് പൊളിഞ്ഞു. ഇനി ഈ അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയാൻ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, CPM തയ്യാറാവണം. അയ്യപ്പ വിശ്വാസങ്ങളെ ഖനിച്ചിട്ടുള്ള, അയ്യപ്പന്റെ ചിന്തകളെയും അയ്യപ്പനെ വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തന്മാരോട് കാണിച്ചിട്ടുള്ള ദ്രോഹം, ഈ കേസൊക്കെ പിൻവലിക്കാൻ ഇവിടെ പന്തളം രാജകൊട്ടാരം പറഞ്ഞു. ചെയ്തോ? ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞു കേസുകളൊക്കെ പിൻവലിക്കേണ്ടതാണ്. ഈ സർക്കാർ അതിന് തയ്യാറായോ? ഇപ്പോഴും അയ്യപ്പ ഭക്തന്മാരെ വേട്ടയാടുന്ന നിലപാടുമായിട്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ പോകുന്നത്. ഇതൊരു തട്ടിപ്പ് സമ്മേളനമായിരുന്നു. ആ തട്ടിപ്പ് സമ്മേളനത്തെ ഭക്തർ തിരിച്ചറിഞ്ഞു, അവർ കൃത്യമായ മറുപടി കൊടുത്തു എന്നുള്ളതാണ് ഇന്നലെ നടന്ന സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ജനങ്ങൾ മറക്കുന്ന ഒരു സംവിധാനമല്ല. 2018 നിങ്ങൾ ചെയ്തിട്ടുള്ള, ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള ക്രൂരമായ ഭക്തജന വേട്ട, ആചാര ലംഘനം, അയ്യപ്പ ശബരിമല ക്ഷേത്രം തകർക്കുവാൻ വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ള ആ സമീപനത്തെ ജനങ്ങൾ, ഭക്തജനങ്ങൾ, കേരളത്തിലെ പൊതു മനസാക്ഷി അവർ വെറുതെ വിടില്ല, അവർ മറക്കില്ല. അവരുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതെ, ശരി. എന്തായാലും സർക്കാരിൻ്റെ 2018 നിലപാടിൽ നിന്ന് ഇപ്പോൾ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന ഒരു മലക്കം മറിച്ചിലേക്ക് എത്തുമ്പോൾ അത് എത്ര ആത്മാർത്ഥതയുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ചോദ്യവും.